കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് പൊട്ടലുണ്ടായ രോഗിക്ക് ശസ്ത്രക്രിയ നടത്തുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് അധികൃതർ പറയുന്നു. നടന്നത് സാധാരണ നടപടികളാണ്. ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എ അരുൺകുമാർ 24-നോട് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവ് എന്നുള്ള പരാതി ഉയരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കൊപ്പം മെഡിക്കൽ കോളേജിൻ്റെ വിശദീകരണം കൂടെ വരികയാണ്. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അരുണാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ അരുൺകുമാർ, എന്താണ് സംഭവിച്ചത്? ഇത് സാധാരണ ഉള്ള പ്രത്യേകിച്ച് എററുകളൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല. സാധാരണ പ്രൊസീജിയർ, സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്ന ഇതുപോലുള്ള പരിക്കുകൾക്ക്, ഇതുപോലത്തെ സർജറികൾക്ക് ഉണ്ടാകുന്ന സാധാരണ പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടോ മറ്റു തരത്തിലുള്ള യാതൊരു അപാകതകളും ഈ സർജറിയിൽ വന്നിട്ടില്ല. സാർ, ഇപ്പം ആ കുടുംബം പറയുന്നത് കയ്യിലിട്ടിരിക്കുന്ന കമ്പി അത് കാലിൽ ഉപയോഗിക്കുന്ന വലിയ കമ്പിയാണ് എന്നാണ് കുടുംബം പറയുന്നത്. അത് തെറ്റാണ്. അങ്ങനെ കാലിൻ്റെ കമ്പി കയ്യിലിട്ടത് അങ്ങനെ ഉള്ളതൊന്നുമല്ല. സാധാരണ പ്രൊസീജിയറാണ്. അതിൻ്റെ നോർമലായിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ വിശദീകരണം നമുക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിരിക്കണം അത് പറയേണ്ടത്. അത് അവർ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രാത്രി സമയത്ത് വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് അജിത്തിൻ്റെ അമ്മ ഉൾപ്പെടെ പറയുന്നു. അല്ല, അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് പറയാം. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാം. എന്നാലും പ്രാഥമികമായി ഈ വിഷയത്തിലൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പ്രാഥമികമായി യാതൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏതൊരു അന്വേഷണം നടത്തുന്നതിനും ഞങ്ങൾ തയ്യാറാണ്. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാനും വേണ്ടി ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും മെഡിക്കൽ കോളേജ് തയ്യാറാണ്. അപ്പോൾ പോലീസ് മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് അനുസരിച്ച് കേസ് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയില്ല. കൂടുതൽ അന്വേഷിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഏത് തരത്തിലുള്ള അന്വേഷണം ഏത് തരത്തിലാണെങ്കിലും സത്യാവസ്ഥ പുറത്തെത്തിക്കേണ്ടത് ജനങ്ങളുടെ ഇടയിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ പുറത്തു വരുന്നു, പരാതികൾ ഉയരുന്നു. അപ്പോൾ അത് ജനങ്ങളുടെ ഒരു വിശ്വാസ്യത തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടല്ലോ. അല്ല, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ട് മാത്രം സംസാരിക്കാം. എന്തായാലും ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വൈസ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് പ്രജ്വൽ സുരേഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുകൊണ്ടാണ് അതിവേദന ഉണ്ടായത്, ഇപ്പോൾ കമ്പി തള്ളിക്കിടക്കുന്നു എന്നൊക്കെ ആ രോഗിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് രാത്രി വീണ്ടും ശസ്ത്രക്രിയ വേണം എന്ന് പറഞ്ഞത് എന്ന കാര്യങ്ങളൊക്കെ മറുപടിയില്ല. എന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ വിശദമായി അന്വേഷിക്കണമെന്ന് പറയുകയാണ്. ബ്ലണ്ടായി അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്ന എന്ന പ്രതികരണം നമ്മൾ ആദ്യമായി കേൾക്കുന്നതല്ല. അന്വേഷണം നടക്കട്ടെ, ഉണ്ടായ വീഴ്ച എന്താണെന്ന് പുറത്തു വരട്ടെ. അത് ഡോക്ടർ പറയുന്നത് പോലെ കേരളത്തിന് അറിയണം.